ദുബായ് റോഡുകളിൽ ഇനി വാഹനമോടിക്കുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം. കാരണം പല രീതിയിലുള്ള ഫൈനുകളാണ് ഇമ്പോസ് ചെയ്തിരിക്കുന്നത്. ദുബായ് പോലീസിൻ്റെ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തിറക്കിയ ഇനി പറയുന്ന ഫൈനുകളാണ് നാം ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് റോഡിൽ നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സഡനായിട്ട് നിർത്തുക, അത് ഫൈൻ 1000 ദിർഹംസാണ് അതിന് ഫൈന് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ മൊബൈൽ ഉപയോഗിച്ചാൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള നിരവധി ഫൈനുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഉള്ളതാണ് പലതും. എന്തൊക്കെയാണെന്ന് നോക്കാം. സ്പീഡ് ലിമിറ്റ് 100 കിലോമീറ്ററിൽ പോകേണ്ട സ്ഥലത്ത് 180 ആണ് നിങ്ങൾ പോകുന്നതെങ്കിൽ 3000 ദിർഹംസ് ഫൈനും 60 ദിവസം വെഹിക്കിൾ ഇമ്പോണ്ടും 23 ബ്ലാക്ക് പോയിന്റും വരും. 60 കിലോമീറ്ററാണ് ഡിഫറൻസ് എങ്കിൽ 2000 ഫൈൻ, 20 ദിവസത്തെ ഇമ്പൗണ്ട്, 12 ബ്ലാക്ക് പോയിന്റ്. 50 കിലോമീറ്ററാണ് എക്സ്ട്രാ വരുന്നതെങ്കിൽ 1000 ഫൈൻ, 40 കിലോമീറ്ററാണ് എക്സ്ട്രാ വരുന്നതെങ്കിൽ 700 ഫൈൻ, 30 കിലോമീറ്ററാണ് എക്സ്ട്രാ വരുന്നതെങ്കിൽ 60, ഇനി 20 കിലോമീറ്റർ അതായത് 120 സ്പീഡിൽ 140 പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് 300 ദിർഹംസ് ഫൈൻ അടിക്കേണ്ടി വരും. സിഗ്നൽ ലെയിൻ വയലേഷൻ, ക്രോസ് ചെയ്യാൻ പറ്റാത്തടത്ത് ക്രോസ് ചെയ്യുക, ലൈറ്റ് ഇടാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്ന രീതിയിൽ ക്രോസ് ചെയ്യുക, ഇങ്ങനെ ലെയിൻ വയലേഷൻ വരുന്നവർക്കൊക്കെ 1000 ദിർഹംസ് ഫൈൻ, 30 ദിവസത്തെ ഇൻബൗണ്ടിങ്, 12 ബ്ലാക്ക് പോയിന്റ്. പിന്നെ പ്രത്യേക ലൈനിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് 400 ദിർഹംസ് നമുക്ക് ഫൈൻ അടിക്കേണ്ടി വരും. ഹെവി വെഹിക്കിൾ ആണെങ്കിലോ 1500 ദിർഹംസാണ് ഫൈൻ, 12 ബ്ലാക്ക് പോയിന്റ്. ഇനി റെക്ലെസ് ആയിട്ട് ഡ്രൈവ് ചെയ്താൽ എഗെയിൻസ്റ്റ് ട്രാഫിക് ആണ് പോകുന്നതെങ്കിൽ 600 ദിർഹംസ് ഫൈൻ, 7 ദിവസം ഇമ്പൗണ്ട് ചെയ്യും, 4 ബ്ലാക്ക് പോയിന്റ് കിട്ടും. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ 400 ദിർഹംസ് ഫൈൻ, 4 ബ്ലാക്ക് പോയിന്റ്. ഇനി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ 800 ദിർഹംസ് ഫൈൻ അടക്കേണ്ടി വരും. ഇപ്പോൾ റഡാർ എല്ലായിടത്തും ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ റഡാറാണ് ഈ വന്നിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു തരത്തിലും നമുക്ക് അതിനെ കബളിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ സാധാരണ രീതിയിൽ വിൻഡോ നമ്മൾ ബ്ലാക്ക് ഇത് അടിക്കാറില്ല. അനുവദനീയമായ പരിധിക്ക് അപ്പുറത്ത് പോയാൽ 1500 ദിർഹംസാണ് ഫൈൻ വരുന്നത്. സേഫ് ഫോളോയിങ് ഡിസ്റ്റൻസ്, നമ്മളിപ്പോൾ ഈ ഓടിക്കുന്ന സമയത്ത് എങ്ങനെ കുത്തി പോകുന്ന രീതിയിലുള്ള അങ്ങനെ സേഫ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്തില്ലെങ്കിലും നമുക്ക് 400 ദിർഹംസ് ഫൈനും 4 ബ്ലാക്ക് പോയിന്റും കിട്ടും. നമ്മൾ വല്ലാണ്ട് നോയ്സ് ഉണ്ടാക്കിയിട്ടൊക്കെ കാറിൻ്റെ എക്സ്ട്രാ ഫിറ്റിംഗ് എല്ലാം വെച്ച് പോകുന്നവർക്കാണെങ്കിൽ 2000 ദിർഹംസ് ഫൈനും 12 ബ്ലാക്ക് പോയിന്റ്സുമാണ്. ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ. 2 ലൈൻ റോഡാണെങ്കിൽ ഒരാൾ അപ്പുറത്ത് യാത്ര തുടങ്ങിയിട്ടുണ്ടാകും, പെഡസ്ട്രിയൻ, അതായത് ക്രോസ് ചെയ്യുന്ന ആൾക്കാർ അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ടാകും. നമ്മൾ എവിടെ എത്തൂലെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് വണ്ടി ഓടിക്കും. ഇങ്ങനെ ഓടിക്കാൻ പാടില്ല. അത് ലൈറ്റ് ഉണ്ടെങ്കിലോ സിഗ്നൽ ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ഒക്കെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് കാൽനട യാത്രക്ക് തന്നെയാണ്. അങ്ങനെ വന്നാൽ 500 ദിർഹംസ് ഫൈനും 6 ബ്ലാക്ക് പോയിന്റ്സും കിട്ടും. പിന്നെ ഓതറൈസ്ഡ് അല്ലാതെ ടേൺ ചെയ്താൽ, ഇപ്പോൾ യു ടേൺ എല്ലായിടത്ത് നമ്മൾ യു ടേൺ ചെയ്താൽ 500 ദിർഹംസ് ഫൈനും 4 ബ്ലാക്ക് പോയിന്റും ലഭിക്കുന്നതാണ്. എക്സ്പയർഡ് ലൈസൻസ് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 500 ദിർഹംസ് ഫൈനും 4 ബ്ലാക്ക് പോയിന്റ്സും നമുക്ക് ലഭിക്കും. മിഡിൽ ഓഫ് ദ റോഡിൽ നല്ല ആരോടെങ്കിലും സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ അടുത്ത വണ്ടിക്കാരനായിട്ട് നമ്മൾ സംസാരിക്കുക, അങ്ങനെയൊക്കെ പലപ്പോഴും വരുന്നതിലുണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അൺലെസ് ആൻഡ് അതർവൈസ് ടെക്നിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ കാരണം കൊണ്ടുണ്ട് അല്ലാതെ ഇത് സ്റ്റോപ്പായി കഴിഞ്ഞാൽ 1000 ദിർഹംസ് ഫൈനും 6 ബ്ലാക്ക് പോയിന്റുമാണ്. ഹെവി വെഹിക്കിൾസ് കൊണ്ട് പോകുന്നവർ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള വഴിയിലൂടെയാണ് അവർ പോകുന്നത്. കാരണം ഹെവി വെഹിക്കിളിന് പോകുന്ന വഴിയുണ്ട്, അതല്ലാതെ മറ്റു റോഡിലൂടെ പോകുകയാണെങ്കിൽ അവർക്ക് 1000 ദിർഹംസ് ഫൈനും 4 ബ്ലാക്ക് പോയിന്റുമാണ്. ട്രാഫിക്കിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഈ ഹെവി വെഹിക്കിൾസ് നിൽക്കുകയാണെങ്കിൽ അവർക്ക് 500 ദിർഹംസ് ഫൈൻ ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, റോഡുകളിൽ നമ്മൾ സുരക്ഷിതമായിട്ട് വണ്ടി ഓടിക്കുക. കാരണം നമ്മുടെ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതവും അപകടത്തിലാണ് നമ്മളുടെ റെക്ലെസ് ഡ്രൈവിംഗ് കൊണ്ടും അശ്രദ്ധ കൊണ്ടും. മറ്റൊന്ന്, നമ്മൾ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാവരും തിരക്കുള്ളവരാണ്. അവരുടെ ലൈഫും അവരുടെ ടൈമും അവരൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ വളരെ ഡീസൻ്റായിട്ട് ഡിസിപ്ലിൻഡായിട്ട് പോവുക. കുഴപ്പമുണ്ടാവില്ല. ഏതായാലും എല്ലാവർക്കും സേഫ് ഡ്രൈവ്. മുനീർ അൽ വഫ.